അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ നിന്ന് കുറച്ച് വരിക്കച്ചക്ക വെച്ച് ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ടാണ് വന്നത്. അപ്പം ഇത് ഇച്ചിരി ചക്ക ഞാൻ എല്ലാം നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നുറുക്കി അതിൻ്റെ പോഞ്ചും അതും ഇതെല്ലാം കളഞ്ഞ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് അടുത്തത് ഞാനിത് ഇവിടെ ഒരു ചരുവം വെച്ചിട്ടുണ്ട് ഗ്യാസിനകത്ത്. അപ്പോൾ ഞാനിത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് പാല്, ഈ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ ഞാനിത് ഇച്ചിരി ഏലക്കായും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര അതും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ചക്ക കേട്ടോ, ഇത് മിക്സ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിനകത്തൊന്ന് ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പം നമ്മുടെ പാലും ചക്കയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി ഞാൻ കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു ഇച്ചിരി എന്തോന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് എന്നിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ പേരാണ് ചക്കപ്പായസം. ഓക്കെ, പിന്നെ ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഈ പാത്രത്തിൽ തന്നെ അരിപ്പൊടി അരക്കിയ പാത്രത്തിൽ തന്നെ ഈ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, അത് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ചക്കപ്പായസമാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്നും എല്ലാം കൂടെ അരിപ്പൊടിയും പാലും എല്ലാം കൂടെ ആ പച്ച ചുവയക്കങ്ങും പാലിൻ്റെ ആ ഒരു ഇച്ചിരി എന്തോന്ന് മാറി കിട്ടാൻ വേണ്ടി ഇതൊന്നും കൂടെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ തിളയ്ക്കണം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടെടുത്തിട്ടുണ്ട്. ഉണ്ട്, അതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു നെയ്യ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നെയ്യ് നല്ലപോലെ ചൂടായിരുന്നു. ഞാൻ അന്നേരം അതിനകത്തോട്ട് ഇച്ചിരി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് വേണമെന്നവർക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്കിതൊന്ന് നല്ലപോലെ കളറാക്കി എടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂക്കട്ടെ. അപ്പം ഇവിടെ ചക്കപ്പായസം തിളയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. മധുരം ചിലവർ ഈ ചക്കപ്പായസത്തിനകത്ത് ശർക്കര ഇടും കേട്ടോ. ശർക്കര വേണമെന്നവർക്ക് ശർക്കര ഇടാം, പഞ്ചസാര വേണമെന്നവർക്ക് പഞ്ചസാര ഇടാം. അപ്പോൾ നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇത് കേട്ടോ. ഇത്രയും കുറുകണം, ഒരുപാട് വെള്ളം പോലെയൊന്നും ആവരുത് പായസം. അപ്പോൾ ഞാൻ ഗ്യാസ് ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്, തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഇവിടെയും ഈ ഒരു മൂക്ക് മതി നമുക്ക് കേട്ടോ. ഒരുപാട് മൂത്താലും കൊള്ളത്തില്ല തേങ്ങാക്കൊത്ത്. അപ്പോൾ നമുക്കിത് മാറ്റി ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഒരുപാട് മൂക്കരുത്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത് കിടക്കും.
ഇതിനകത്തോട്ട് ഞാൻ 5-6 പിന്നെ ഉണക്കമുന്തിരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എൻ്റെ വീഡിയോ കണ്ടാൽ കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്കൊന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും എന്നെ ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം. അതുപോലെ നമുക്ക് ഈ മുന്തിരിയും നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്, അതും നമുക്ക് അങ്ങിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ നെയ്യ് വേണമെങ്കിലും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, ഞാനിപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചക്കപ്പായസം ഇവിടെ റെഡി. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസമാണ്, അടിപൊളി. നല്ല കുടിക്കാനായാലും അടിപൊളിയായിട്ടുള്ള ചക്കപ്പായസമാണ് കേട്ടോ. ഇത് പഴഞ്ചക്കയ്ക്ക് പറ്റത്തില്ല, കൂഴച്ചക്ക. ഞങ്ങൾ കൂഴച്ചക്ക എന്നാണ് പറയുന്ന പഴഞ്ചക്കയാണ്. ഇത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയ്ക്ക് നമുക്ക് പായസം വയ്ക്കാനൊക്കത്തോളും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടുള്ളൂ, നെയ്യ് പിന്നെ ഞാനത് ഒഴിച്ചില്ല, അത് മൂപ്പിച്ചിടുന്നതിന് വേണ്ടി മാത്രമേ എടുത്തുള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയും ഞാൻ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോഴും എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടായിരിക്കണം. ഓക്കെ ഓക്കെ, വേണ്ട പായസം ഒരു ഇതൊക്കെ ആയി കേട്ടോ. ഇനി ഇത്രയൊക്കെ മതി. ഓക്കെ, അസ്സലാമു അലൈക്കും.